ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർ പുറമേ ശാന്തരായിരിക്കും, ഉള്ളിൽ ഡീപ്പിലി ഇൻറ്റൻസ് ആയിട്ടുള്ള ആളുകളാണ്. സ്വയം ഒബ്സർവ് ചെയ്യണ ആളുകളാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. പോരാത്തതിന് ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. ഒരാളെ മനസ്സിലാക്കിയാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ അവരെ കഴിയും. ഒരു തവണ പൊളിഞ്ഞു പോയാൽ പിന്നെ അത് പെർമനൻ്റ് ആയിരിക്കും. പിന്നെ അവരായിട്ട് ഒരു വിശ്വാസത്തിന് നിങ്ങൾ നിൽക്കില്ല, അവരെ നിങ്ങൾ വിശ്വസിക്കുകയും ഇല്ല. മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ നല്ല കഴിവുണ്ട്, മാനിപ്പുലേഷൻ തിരിച്ചറിയാൻ കഴിവുണ്ട്. പക്ഷേ പലപ്പോഴും കൊടുങ്ങാറുമുണ്ട്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാം കൊടുത്ത് സ്നേഹിക്കും, തിരിച്ച് കിട്ടാത്തപ്പോൾ മനസ്സ് അടച്ച് പൂട്ടുകയും ചെയ്യും. വിട്ടു പോകുന്നില്ല, പക്ഷേ വേദന ഉള്ളിൽ നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. 2025 ഡിസംബറിൽ ഓവർ തിങ്കിങ് നല്ല പീക്കായിരുന്നു. ഞാൻ ഇത്ര ചെയ്തിട്ട് എനിക്ക് എന്താണ് കിട്ടുന്നത് എന്ന ഫീലിങ്സ് നിങ്ങൾക്ക് ഡിസംബറിലുണ്ടായിരുന്നു. ഒരു സൈലൻറ്റ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു, പക്ഷെ പുറത്ത് കാണിക്കുകയേ ഇല്ല. റിലേഷൻഷിപ്പിൽ ഒരാളോട് എക്സ്പെക്റ്റേഷൻ കൂടിയ ഒരു മാസമായിരുന്നു. പോരാത്തതിന് എക്സ്പെക്റ്റേഷൻ കൂടിയിട്ടും അതിന് പ്രയോജനം ഉണ്ടായിരുന്നില്ല. അയാളുടെ നിന്ന് തിരിച്ചത് അത്ര കിട്ടിയില്ല. റിപ്ലൈയിൽ ഡിലേ ഉണ്ടായിരുന്നു, ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഒരു കോൾഡ് ബിഹേവിയർ ആയിരുന്നു. ഇതൊക്കെ മനസ്സിന് കുറച്ച് നല്ല ഹേർട്ടായി. പാസ്റ്റ് മെമ്മറി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. വർക്ക് പ്ലേസിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. റെക്കഗ്നിഷൻ കിട്ടാത്ത ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് എഫേർട്ട് എടുത്തു, പക്ഷേ റിസൾട്ട് നല്ല സ്ലോ ആയി. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പൈസ വന്നു, പക്ഷെ നിൽക്കാതെ പോവും. കാരണം ഫാമിലിയിൽ എമർജൻസി എക്സ്പെൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്താ വെച്ചാൽ ഇനി ഞാൻ ആരോടും അധികം അറ്റാച്ച് ആകില്ല എന്ന് ഡിസംബർ അവസാനത്തോടെ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ജനുവരിയിൽ ഒരു ആക്ഷൻ അല്ല, ഒരു റിലാക്സേഷൻ മന്താണ്. അതായത് മെൻ്റൽ ക്ലാരിറ്റി കുറച്ച് സ്ലോലി വരും, ഓവർ തിങ്കിങ് കുറയും, എല്ലാവരെയും സേവ് ചെയ്യാൻ ഞാൻ വന്നതല്ല എന്നൊരു മെച്യൂരിറ്റിയൊക്കെ നിങ്ങൾ എന്തായാലും എടുക്കും. എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നൽകും എന്ന് നിങ്ങൾ തീരുമാനമെടുക്കും. പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഓൾഡ് പേഴ്സൺ വീണ്ടും മൈൻഡിൽ വരും. ഇപ്പോൾ ഉള്ള ആൾ നിങ്ങൾ തന്നെ ഒഴിവാക്കാൻ നോക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ ഒഴിവാക്കുന്നതായിരിക്കും പിന്നെയും നിങ്ങൾക്ക് നല്ലത്. കാരണം അത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ആളെയും പഴയ ആളെയും പറ്റിക്കുന്ന പോലെയാവും. പഴയ ആളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും പിന്നെയും നല്ലത്. പക്ഷേ ഇമോഷണലി ഡിപ്പെൻഡൻസിയും എന്തായാലും പഴയ ആളുടെ അടുത്ത് കുറയുകയും ചെയ്യും. ഇയാളുടെ അടുത്തും അത്ര ഇതുണ്ടാവില്ല. പക്ഷേ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഷോർട്ട് മീനിങ് ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഓവറായി ഡ്രാമ ചെയ്യാൻ പാടില്ല, ഓവറായിട്ട് യാചിക്കാനും പാടില്ല. ജനുവരിയിൽ പുതിയൊരു റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ പോലും അതൊരു അട്രാക്ഷൻ മാത്രമാണ്, അത് അവോയ്ഡ് ചെയ്യുക. കരിയറിലാണെങ്കിലും പ്ലാനിങ്ങും ഗ്രൗണ്ട് വർക്കൊക്കെ നടക്കണ ഒരു മാസമാണ് ജനുവരി. ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യും, എക്സാമിനും പ്രിപ്പയർ ചെയ്യും, ഡോക്യുമെൻ്റൊക്കെ എല്ലാം കറക്റ്റാക്കി വയ്ക്കുക. അതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്തായാലും മാർച്ച് മാസത്തിൽ എന്തായാലും നോക്കിയാൽ മതി. അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്യണ്ട. ഈ ജനുവരി മാസം സൈലൻ്റായിട്ട് നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യണമെന്നൊരു മാസമാണ്. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് എന്തായാലും നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യും. ആ കടമൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും കൊടുത്തു തീർക്കുകയും ചെയ്യും. റിസ്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പൈസയുടെ കാര്യത്തിൽ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ജനുവരിയിൽ ചെയ്യുകയും വേണ്ട, ചിലവും ആക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യപരമായിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ഉള്ളൂ. രാത്രി ഇങ്ങനെ ആലോചിച്ച് കിടക്കലും റെഡ്യൂസ് നിങ്ങളെന്തായാലും ചെയ്യണം.